ശുചീന്ദ്രം ക്ഷേത്രം തമിഴ്നാട് സംസ്ഥാനത്ത് കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലിന് 5 കിലോമീറ്റർ തെക്ക് കന്യാകുമാരി റോഡിന് സമീപം കോട്ടാറിൻ്റെ തീരത്താണ് ദക്ഷിണ ഭാരതത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ശുചീന്ദ്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്ഥാണുമാലയ പെരുമാളാണ് പ്രധാന പ്രതിഷ്ഠ. സ്ഥാണു എന്നാൽ ശിവൻ, മാൽ എന്നാൽ വിഷ്ണു, അയൻ എന്നാൽ ബ്രഹ്മാവ് എന്നീ ത്രിമൂർത്തികളെ ഒന്നായി സങ്കല്പിച്ചുകൊണ്ടാണ് പ്രതിഷ്ഠ. എന്നാൽ ശിവനാണ് കൂടുതൽ പ്രാധാന്യം. വലിയൊരു നന്ദി വിഗ്രഹം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായി 11 നിലകളിൽ 44 മീറ്റർ ഉയരമുള്ള ഗോപുരം സ്ഥിതി ചെയ്യുന്നു. ഗോപുരാഗ്രത്തിൽ 6 താഴികക്കുടങ്ങളും ഗോപുരത്തിന്റെ പുറം ഭാഗത്ത് ഒട്ടനവധി ശില്പങ്ങളാലും അലങ്കൃതമാണ്. അനന്തശയനം, വിനായകൻ, ദുർഗാദേവി, ശങ്കരനാരായണമൂർത്തി, നടരാജൻ, സുബ്രഹ്മണ്യൻ, ബാലകൃഷ്ണൻ, ഹരിഹരപുത്രൻ, സീതാസമേതനായ ശ്രീരാമൻ, വിഷ്ണു തുടങ്ങിയ പ്രതിഷ്ഠകൾ തെക്കേടം, വടക്കേടം എന്നിവയെ കേന്ദ്രമാക്കി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. വടക്ക് കിഴക്ക് ഭാഗത്ത് 18 അടി വലിപ്പമുള്ള ഹനുമാന്റെ വിഗ്രഹമുണ്ട്. തെക്കേടത്തിന്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന തെൻ കൈലാസ ക്ഷേത്രത്തിന്റെ പാറയിൽ അനേകം ശാസനങ്ങൾ കൊത്തിയിരിക്കുന്നു. രാജഭരണ കാലഘട്ടങ്ങളിൽ ശുചീന്ദ്രൻ കൈമുക്ക് എന്ന സത്യപരീക്ഷ നൂറ്റാണ്ടുകളോളം ഈ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്നു. AD 1845 സ്വാതി തിരുനാൾ മഹാരാജാവ് ഒരു വിളംബരം മുഖേന ക്രൂരമായ ഈ സത്യപരീക്ഷ നിർത്തലാക്കി. ദേവദാസി സമ്പ്രദായവും ഈ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്നു. കൊല്ലവർഷം 1105 മഹാറാണി റീജന്റ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ചേര, ചോള, പാണ്ഡ്യ ശൈലികളുടെ സമന്വയമുള്ള മഹത്തായ ദ്രാവിഡ വാസ്തുശൈലിക്ക് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശുചീന്ദ്രം സ്ഥാണുമാലയ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ചുവരുകളിലും തൂണുകളിലും ഉള്ള ലിഖിതങ്ങൾ 9-ാം നൂറ്റാണ്ടിലേതാണ്. കരകൗശല വിദഗ്ധരുടെ വാസ്തുവിദ്യാ വിസ്മയമുള്ള തൂണുകളിൽ പ്രത്യേക താളത്തിൽ മുട്ടിയാൽ സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന സംഗീത തൂണുകളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം. 18 അടി ഉയരമുള്ള ഈ 4 തൂണുകൾ ഒറ്റ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1035 തൂണുകളുള്ള ഒരു നൃത്തമണ്ഡപം ക്ഷേത്രത്തിലുണ്ട്. ഓരോന്നിനും തനതായ കൊത്തുപണികളുമുണ്ട്. ക്ഷേത്രത്തിലെ വിവിധ തൂണുകളിൽ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. രാവിലെ 4:30 മണി മുതൽ 11:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നിരിക്കും. ക്ഷേത്ര മതിൽക്കെട്ടിന് സമീപമായി വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിന്റെ മധ്യഭാഗത്തായി അതിമനോഹര ശില്പചാരുതയോടുകൂടിയ ഒരു നിർമ്മിതി ഈ കുളത്തെ അതിമനോഹരമാക്കിയിരിക്കുന്നു. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നതാണ് ചിത്തിര ഉത്സവം. സ്ഥാണുമാലയൻ ഗൗരി ദേവിയുമായുള്ള വിവാഹത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ഉത്സവ ആഘോഷത്തിൽ ഘോഷയാത്രകൾ, സാംസ്കാരിക പരിപാടികൾ, മറ്റു ദേവചടങ്ങുകൾ എന്നിവ ഉണ്ടായിരിക്കും. വലിയ അലങ്കരിച്ച രഥങ്ങളിൽ ദേവവിഗ്രഹങ്ങൾ നഗരം ചുറ്റി നടത്തുന്നതാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. ഡിസംബർ, ജനുവരി മാസങ്ങളിലായി നടക്കുന്ന ഉത്സവം 10,000-കണക്കിന് ആൾക്കാരെ വളരെയേറെ ആകർഷിക്കുന്ന മാർഗഴി ഉത്സവമാണ് ഏറ്റവും പ്രധാനം. അവസാന ദിവസം ദേവന്മാരെ തേരുകളിൽ നഗരപ്രദക്ഷിണം ചെയ്യിക്കുന്നു. ശിവരാത്രിയും വളരെ വിശേഷമായി കൊണ്ടാടപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ഫണ്ട് ശേഖരണത്തിനായി ഒരു ലോട്ടറി സ്കീം തിരുവിതാംകൂറിൽ ആദ്യമായി നടപ്പിലാക്കി. 1000-കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രം.